ഹായ് എവ്രിവൺ. നമുക്കിവിടെ ഹിന്ദു പേപ്പറ് ഒന്ന് അനാലിസ് ചെയ്യാം. അതിനകത്ത് വരുന്ന കുറച്ച് ന്യൂസുകളും അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഗവൺമെൻറ് എക്സാംസിന് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പേപ്പറിലെ ഫസ്റ്റത്തെ മെയിൻ പേജത്തെ ഫസ്റ്റ് ന്യൂസാണ് നോ പ്ലാൻ ടു ഇൻട്രൊഡ്യൂസ് ബിൽ ഓൺ ചണ്ഡീഗഡ് സേസ് യൂണിയൻ ഗവൺമെൻറ്. അതായത് ചണ്ഡീഗഡിനെ കുറിച്ചുള്ള ബിൽ അവതരിപ്പിക്കാൻ ഗവൺമെന്റിന് പദ്ധതിയും ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതായത് ഈ ന്യൂസിനകത്ത് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് ആർട്ടിക്കിൾ 240 എന്ന് പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ 240? ആർട്ടിക്കിൾ 240 എന്ന് പറഞ്ഞാൽ Article 240 of Indian Constitution gives the President of India the power to make laws for certain union territories when the Parliament has not made laws for them. അതായത് ഈ പ്രസിഡന്റിന് ഡയറക്റ്റ് ആയിട്ട് ചില ടെറിട്ടറിയിൽ ചില പ്ലേസിൽ ഡയറക്റ്റ് ആയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനും അത് നടത്താനുമുള്ള അവകാശമുള്ള സ്ഥലങ്ങളെ അതിനെ ആ ഒരു കാറ്റഗറി വരുന്നത് ആർട്ടിക്കിൾ 240ന്റെ അണ്ടറിലാണ്. അതിനകത്ത് വേറെയും സ്ഥലങ്ങൾ വരുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് പറഞ്ഞ കുറച്ച് വേറെയും സ്ഥലങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാലോ യൂണിയൻ ടെറിട്ടറീസ് എന്താണ്. ആ യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 240യുടെ അണ്ടറിൽ വരുന്നത്. അടുത്ത നമ്മളുടെ ന്യൂസ് എന്ന് പറയുന്നത് എന്തിനെ പറ്റിയുള്ള ന്യൂസ് എന്ന് വെച്ചാൽ UNSC reform no longer an option but a necessity. മോദി at IBSA meet. അതായത് UN സുരക്ഷാ കൗൺസിൽ UNSC പുനഃസംഘടന ഇനി ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല മറിച്ച് ഒരു അത്യാവശ്യം കൂടിയാണ്. അതായത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളോട് പറയുന്നത്. ഇതിനകത്ത് ഈ ന്യൂസിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് പറഞ്ഞാൽ കൗൺസിലാണ് IBSA. ഇപ്പം നമ്മൾ രണ്ട് ന്യൂസുകൾ ഡിസ്കസ് ചെയ്തു. ഈ രണ്ട് ന്യൂസുകളിലുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്സുകൾ, അതായത് നമ്മൾ SSC CGL എക്സാംസുകൾ SSC എക്സാമുകൾക്ക് നമുക്ക് ഇംഗ്ലീഷിൽ വരുന്ന ഒരു പാർട്ട് തന്നെയാണ് ഈ വെക്കാബുലറി. സോ വെക്കാബുലറിയിൽ ഇപ്പോൾ ഈ രണ്ട് ന്യൂസിൽ നമുക്ക് മെയിനായിട്ട് വന്ന കുറച്ച് വെക്കാബുലറീസ്, കുറച്ച് വേർഡ്സും അതിൻ്റെ സിനോണിംസും ആൻഡ് ആൻറ്റോണിംസും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വേർഡ് നമുക്ക് നോക്കാം, റീഫോം. വാട്ട് ഈസ് റീഫോം? ഓക്കെ, റീഫോമിൻ്റെ മലയാളം അർത്ഥം എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. പുതുക്കുക, മെച്ചപ്പെടുത്തുക, അങ്ങനെയൊക്കെയാണ് റീഫോമിൻ്റെ മലയാളം അർത്ഥം. അതിൻ്റെ സിനോണിംസ് വരുന്നത് ഇംപ്രൂവ്, റീസ്ട്രക്ചർ, അങ്ങനെയൊക്കെ. ആൻറ്റോണിംസ് വരുന്നത് വേഴ്സൺ, ഡീഗ്രേഡ്. ഓക്കെ, വേഴ്സൺ, ഡീഗ്രേഡ്. സോ നെക്സ്റ്റ് വരുന്നത് നെസസിറ്റി. സോ നെസസിറ്റിൻ്റെ മീനിങ് പറയുന്നത് അനിവാര്യത, അത്യാവശ്യം, അങ്ങനെയൊക്കെ. സോ സിനോണിം നീഡ് ആൻഡ് റിക്വയർമെൻറ്റ്. സോ ആൻറ്റോണിം വരുന്നത് ലക്ഷറി ആൻഡ് ഓപ്ഷൻ. സോ അടുത്തത് പറയുന്നത് ഗവേണൻസ്. ഗവേണൻസ് നമുക്കറിയാം, ഭരണം, നടത്തിപ്പ്. സോ അതിൻ്റെ സിനോണിം പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്. ആൻറ്റോണിംസ് പറയുന്നത് മിസ്മാനേജ്മെൻറ്റ് ആൻഡ് കെയോസ്. അടുത്തത് യൂണിറ്റി. യൂണിറ്റി പറഞ്ഞാൽ ഐക്യം. സോ അതിൻ്റെ സിനോണിം വരുന്നത് ടുഗദർനെസ്, ഹാർമണി. ആൻറ്റോണിം പറയുന്നത് ഡിവിഷൻ ആൻഡ് സെപ്പറേഷൻ. നെക്സ്റ്റ് കോപ്പറേഷൻ. കോപ്പറേഷൻ മീൻസ് സഹകരണം. സോ അതിൻ്റെ സിനോണിം വരുന്നത് ടീം വർക്ക് ഓർ കൊളാബറേഷൻ. ആൻറ്റോണിം വരുന്നത് ഒപ്പോസിഷൻ, കോൺഫ്ലിക്റ്റ്. ഓക്കെ, സോ നമ്മളൊരു 5 വേർഡ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ഇതിനകത്ത് വരുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഫോർ SSC എക്സാംസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Prime Minister Modi said that reform of which international body is necessity? Option A, World Bank. Option B, IMF. Option C, UN Security Council. Option D, WHO. സോ ഞാൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻസ് വേൾഡ് ബാങ്ക്, IMF, UN Security Council, WHO. ഏതായിരിക്കും? സോ ഓപ്ഷൻ സി, UN Security Council. നെക്സ്റ്റ്, which 3 countries from IBSA group? ഏതൊക്കെയാണ് IBSA ഗ്രൂപ്പ് എന്ന് പറയുന്നത്?
Option A, India, Belgium, South Africa. Option B, India, Brazil, South Africa. Option C, Indonesia, Brazil, Sri Lanka. Option D, India, Bhutan, South Africa. It's option B, India, Brazil, South Africa. Next question, where did Prime Minister Modi speak about the need for UNSC reform? Option A, BRICS Summit. Option B, IBSA Leader Summit. Option C, G20 Summit. Option D, SAARC meeting. It's option B, IBSA Leader Summit. Okay. So next question. The Union Home Ministry clarified that Center has no plan to introduce bill related to which city? Option A, Delhi. Option B, Puducherry. Option C, Chandigarh. Option D, Mumbai. Which one? It's option C, Chandigarh. And fifth question, Article 240 of the Indian Constitution deals with option A, emergency power. Option D, judiciary appointment. Option C, president's power to make regulation for certain union territories. Option D, amendment procedure. It's option C, amendment procedure. സോ നമ്മൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ന്യൂസും അത് റിലേറ്റഡ് വരുന്ന കുറച്ച് വേർഡ്സും അത് റിലേറ്റഡ് വരുന്ന SSC എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ don't forget to subscribe this channel and like and share. Thank you everyone and all the best for your 2026 CGL exam. Let's crack it together. Bye.